പിസയിലും ബർഗറിലും നമ്മൾ ഉപയോഗിക്കുന്ന ചീസാണ് ഈ കാണുന്നത്. ചീസ് മേക്കിങ്ങിൽ ഏറ്റവും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയത്. ഇപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പയ്യെ അതിനെ കട്ട് ചെയ്യും. അപ്പോൾ വൈനിൻ്റെ വീര്യം കൂടുന്തോറും വെക്കുന്തോറും വീര്യം കൂടുന്നു പറയില്ലേ, സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫാക്ടറിയിലൊക്കെ ചെന്ന് കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റും, നമുക്ക് ഇപ്പം തന്നെ കഴിക്കാം. 2025 ഉണ്ടാക്കുന്ന ഒരു പാമജാൻ ആണെങ്കിൽ നമ്മളത് 2026 അതിനെ കൊടുക്കുക. അത് നമ്മൾ ലിക്വിഡായിട്ട് വന്ന മിൽക്കിനെ കുക്ക് ചെയ്ത് സോളിഡായി കൺവേർട്ട് ചെയ്ത്. ചീസിന്റെ കേക്ക് വരെ നമുക്കിവിടെ അവൈലബിൾ ആണല്ലേ. ചീസിൽ ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് നല്ല ഗംഭീരമായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ഇത് മുഴുവൻ ഞാൻ തന്നെ എടുത്ത് കഴിക്കുന്നതാണെന്ന് തോന്നുന്നു. രാഹുലെ നമുക്ക് കിട്ടില്ല. പലർക്കും അറിയാത്തൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മളൊരു വീട്ടിൽ സിമ്പിളായിട്ട് ചീസ് ആൻഡ് മീറ്റ് ബോർഡ് സെറ്റപ്പ് ചെയ്യാം. ഈ ചീസ് ഇതിൻ്റെ ഒപ്പമൊക്കെ പെയർ ചെയ്യാൻ പറ്റും. സോ ഏതൊരു മലയാളിക്കും ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലേവറും കൂടിയാണത്. അപ്പോൾ ചീസിനെ ഇവിടെ നമ്മളൊരു 2 months to 2 years വരെ ഏജ് ചെയ്യുന്നുണ്ട്. ഒരു ബേബീനെ എങ്ങനെയാണോ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക അതുപോലെ ടേക്ക് കെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ ആദ്യത്തെ ചീസ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് അകത്ത് വന്നു. പ്യുവറായിട്ടുള്ള പാല് കൊണ്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ പ്യുവറായിട്ടുള്ള ചീസ് ഉണ്ടാക്കുന്നതെല്ലാം കണ്ടു.